ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശില്പിയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഉപജ്ഞേതാവുമായ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിന്റെ 73ാമത് ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സഹനങ്ങളെ കൃപകളാക്കി മാറ്റിയ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ കുറിച്ചാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യപുരുഷൻ പലവിധ സഹനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടം കണ്ടെത്തിയ മഹാത്മാവ്, വേദനകളിൽ ദൈവിക കൃപ അനുഭവിച്ച വലിയൊരു വ്യക്തിത്വം. അതാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. വന്യപിതാവിൻ്റെ ജീവിതം അത്ര എളുപ്പകരമായിരുന്നില്ല. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഒരു വൈദികൻ എന്ന നിലയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തിത്വവുമായിരുന്നു. അനേക വർഷങ്ങൾ സന്യാസിയായി ജീവിച്ചുകൊണ്ട് പിന്നീട് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആത്മീയ ആചാര്യനായിരുന്നു അദ്ദേഹം. പലവിധ ക്ലേശങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ് അദ്ദേഹമെന്ന് ചരിത്രം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റുള്ളവർ തന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ, ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ, തിരസ്കരണം ഏറ്റുവാങ്ങിയപ്പോൾ, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായപ്പോൾ, യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നീതിമാനായ ജോബിനെ പോലെ വന്യപിതാവ് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയായിരുന്നു. തൻ്റെ സഹനങ്ങളിലൂടെ വന്യപിതാവ് നമുക്ക് വലിയൊരു പാഠം നൽകുന്നു. നമ്മുടെ സഹനങ്ങളിലാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പരിപൂർണമായി ചൊരിയപ്പെടുന്നതെന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 12-ാം അധ്യായം 9-ാം വാക്യം ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറെ അന്വർത്ഥമാകുന്നു. നിനക്ക് എൻ്റെ കൃപ മതി, നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഈ ദൈവവചനം തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് അബ്രഹാമിനെ പോലെ ദൈവത്തിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഒരു പുതിയ സഭാദർശനം നമുക്ക് നൽകിയ വ്യക്തിയാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവ്. സ്വന്തം സമുദായത്തിലെ ജനങ്ങൾ തന്നെ അകറ്റി നിർത്തിയപ്പോൾ, തൻ്റെ സുഹൃത്തുക്കൾ തന്നെ തെറ്റിദ്ധരിച്ചപ്പോൾ, ആഗോള കത്തോലിക്ക സഭയുമായുള്ള പുനരൈക്യത്തിനായുള്ള ചർച്ചകളിലൂടെ വലിയൊരു ദൗത്യം ഏറ്റെടുത്തപ്പോൾ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിനെ നയിച്ചത് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമായിരുന്നു. വന്യപിതാവിൻ്റെ പ്രാർത്ഥനയും ഉപവാസവും ദൈവിക കൃപാവരങ്ങളിലൂടെയുള്ള യാത്രയും ഏത് എതിർപ്പുകളെയും മറികടക്കുവാൻ അദ്ദേഹത്തെ ശക്തനാക്കി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഓരോ തിരസ്കരണവും വന്യപിതാവിനെ സംബന്ധിച്ച് അചഞ്ചലമായ വിശ്വാസത്തിലേക്കുള്ള പ്രയാണമായിരുന്നു. ഓരോ ഒറ്റപ്പെടലും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ കൂടുതൽ കരുണാദ്രമാക്കി. അതിലുപരി തൻ്റെ ദൗത്യം എന്താണെന്നുള്ള യഥാർത്ഥ ചിത്രം അദ്ദേഹത്തിൻ്റെ മനോകുമുരത്തിൽ കൂടുതൽ വ്യക്തമായി തെളിയുകയായിരുന്നു. ഓരോ വേദനയും ഓരോ ആകുലതയും അദ്ദേഹത്തെ കൂടുതൽ ദൈവസന്നിധിയിലേക്ക് നയിച്ചു. എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് തന്നെത്താൻ പരിത്യജിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുക്രിസ്തുവിൻ്റെ വചനം തൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം സാക്ഷാത്കരിച്ചു. അഭിമുഖീകരിക്കുമ്പോൾ യേശുവിലുള്ള യഥാർത്ഥ വിശ്വാസവും അവനെ മുറുകെ പിടിക്കുവാനുള്ള ആത്മധൈര്യവും അദ്ദേഹം പ്രകടമാക്കി. ഓരോ വേദനയും വന്യപിതാവിനെ സംബന്ധിച്ച് അഗാധമായ പ്രാർത്ഥനയിലേക്കും ലാളിത്യത്തിലേക്കും കൂടുതൽ വ്യക്തമായ ദർശനത്തിലേക്കും നയിക്കുന്നതായിരുന്നു. സുഖലോലുപതയുടെ ഒരു ജീവിതമല്ല അദ്ദേഹം തിരഞ്ഞെടുത്തത്. സത്യത്തിനു വേണ്ടിയുള്ള ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കില്ല. മറിച്ച് വിളിച്ചവനോട് വിശ്വസ്തയോടെ നിന്നുകൊണ്ട് യേശുവിൻ്റെ വിളി ഉൾക്കൊണ്ടുകൊണ്ട് ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ച മഹാത്മാവിനെയാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവിൻ്റെ വേദനകളിലൂടെയുള്ള യാത്ര നമുക്ക് പുതിയൊരു പാഠം നൽകുന്നു. വേദനകൾ ഒരു ശിക്ഷയല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരാനുള്ള അവസരമാണ് എന്ന് മാർ ഇവാനിയോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ പരീക്ഷണത്തിലും വേദനയിലും സ്നേഹത്തിൻ്റെ ഉപകരണമായി ദൈവം പിതാവിനെ രൂപപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ശാരീരിക അസ്വസ്ഥതകളിലും അദ്ദേഹം ഓരോ ക്രൈസ്തവനും ഓരോ മലങ്കര ക്രിസ്ത്യാനിക്കും പ്രതീക്ഷയുടെ വലിയൊരു പ്രകാശമായി മാറി. തന്നെ ഒറ്റപ്പെടുത്തിയവരോടും എതിർത്തവരോടും അദ്ദേഹം ക്ഷമിച്ചു. തൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചവരെയും മുറിവേൽപ്പിച്ചവരെയും അദ്ദേഹം ആശീർവദിച്ചു. സഭ വിശ്വാസമാകുന്ന പാറമേലാണ് പണിയപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധന്മാരുടെ കണ്ണുനീരാണ് ഈ സഭയെ വളർത്തിയെടുത്തത് എന്ന അഗാധമായ ചിന്ത ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് നമുക്ക് നൽകി. പ്രിയമുള്ളവരെ, ഈ വന്യപിതാവിൻ്റെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന് നിദാനമായി ഭവിക്കണം. നമ്മുടെ വേദനകളിൽ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് പുതിയൊരു കാഴ്ചപ്പാടോടെ യഥാർത്ഥ മലങ്കര സുറിയാനി കത്തോലിക്കരായി വളരുവാൻ നമുക്ക് സാധിക്കണം.
നമ്മുടെ ജീവിതവും നമ്മെ എതിർക്കുന്നവരോട് ക്ഷമിക്കുവാനുള്ളതായിരിക്കണം. നമ്മെ മുറിപ്പെടുത്തിയവരെ ആശീർവദിക്കുവാൻ നമുക്കും സാധിക്കണം. അങ്ങനെയാകുമ്പോൾ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി ഈ ലോകത്തിൽ നമുക്ക് തീരുവാൻ സാധിക്കും. അതിന് ധന്യന്മാർ ഇവാനോസ് പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പാവനമാം സ്മരണകളിന്നുയരുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിലെന്നെന്നും ജീവിക്കും പുണ്യപിതാവ മാറിവാനിയോസ്. താമസിലാണ്ടു കിടന്നു ഞങ്ങൾ, സത്യപാത വിട്ടലഞ്ഞു ഞങ്ങൾ. മക്കളിവരെ നയിച്ചു നീ ശാന്തി തൻ ദിവ്യപാതയിൽ, ശാന്തി തൻ ദിവ്യപാതയിൽ. പാവനമാം സ്മരണകളിന്നുയരുന്നു നിന്റെ ശ്രേഷ്ഠമാം ത്യാഗവും